സൂപ്പർമാൻ ഡ്യൂലിസ്റ്റ് ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. നമുക്കൊരു ഫൈറ്റ് അങ്ങ് തുടങ്ങിയാലോ. നമ്മൾ ടൂൾ നമ്മുടെ വാക്കത്തി എടുക്കാം, അല്ല കത്തി എടുക്കാം, അല്ല വാള്. ഓ കളർ മാറ്റണം, ഇനി കളർ മാറ്റാം. ടീമായിട്ട് കളിക്കും ഗൈസ്, ഇതിലും കൂടി ബെറ്റർ. ഇനി ഞാൻ കളിച്ചാലോ. ഇവന് മറ്റേ ഇതെടുത്ത് കൊടുക്കണ്ടേ? വേണ്ട, പെട്ടെന്ന് സ്റ്റാർട്ട്. റെഡി. എടാ പെട്ടെന്ന് തോപ്പിക്കേ. ഉയ്യോ, നമ്മൾ ജയിച്ച് 29. ഇങ്ങനെ 150 ആക്കിയിട്ട് മറ്റേ ഈ സാധനം എടുക്കണം, നമ്മുടെ ഹോവർ ബോർഡ്. അയ്യോ, ഈ ഏറ്റവും പ്രശ്നം നമ്മുടെ പോർട്ടലിൽ കയറുമ്പോൾ നമ്മുടെ ലൈഫ് കുറയും ഗൈസ്. വടാ. അയ്യോ, നീനും നമ്മൾ ജയിച്ച്. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. എടാ നമ്മുടെ വായിൽ തീർന്നില്ല. അപ്പോൾ നമുക്ക് 2 ദിവസം കൂടി ഇവനെ കൊന്നാ. എടാ അടിച്ച് കൊല്ലടാ അവനെ. നമ്മുടെ ശത്രു നമ്മുടെ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ വന്ന പാകിസ്ഥാനെ നമ്മൾ വാക്കത്തി വെച്ച് കുത്തിക്കയറ്റണം. അല്ല പിന്നെ തലക്കെട്ട് കുത്തിക്കയറ്റണം. അയ്യോ ബോംബ് കുത്തിക്കയറ്റിക്കോ. തലേ കുത്തിക്കയറി കഴുത്തെ കുത്തി അവൻ പിടയുക. ഞാൻ ഉന്തിയിട്ടാലോ? എൻ്റെ പവർ സോൾ ഉന്തിപ്പോവട്ടെ. വന്നിട്ടോ മിന്നൽ മുരളി. ഇനിയാണ് പവർ ഉന്തി വിടൽ. ഓക്കെ റെഡി. അവൻ ഉന്തിവിട. 2 പേരും ഉന്തിപ്പോയി. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ തോക്കുന്ന തോന്നുന്നത്. പോർട്ടൽ ഞാൻ താഴ്പോയി. ഞാൻ തോറ്റു, അവനും തോറ്റു. ഞാനാണ് ഈ വയലത്തിൽ വന്നിട്ട് കളിക്കണേ. അതുകൊണ്ടാ ഞാൻ തോറ്റെന്ന് പറഞ്ഞാൽ അവനും തോറ്റു, അത്ര തന്നെ. എന്തോ പോർട്ടലിൽ കയറുമ്പോൾ നമ്മുടെ ലൈഫ് കുറയും. പച്ച തേച്ചിരിക്കുന്നു. 5-1. അയ്യോ കടുത്ത പോരാട്ടം. നമുക്ക് അവിടെ നീങ്ങി നിൽക്കാം. ഓർത്തമനുണ്ട് അവിടെ തലക്കെട്ടുള്ളത്. നമ്മൾ പ്രാവശ്യം നോക്കുന്ന തോന്നേ. അയ്യോ ഞാൻ അവിടെ തട്ടിയിട്ട് തിരിച്ചു വന്നേക്കണ്. മഴ തീർത്ത് ഈ പ്രാവശ്യം നമ്മൾ ജയിക്കും, ഉറപ്പ്. മൈ വാക്ക് ആൻഡ് മൈ റൂൾ. അല്ല തലക്കെട്ട് 2 അവിടെ കൊട്ടിയപ്പോഴേക്കും അവൻ തീർന്നു. അവൻ്റെ വയറ്റി കുത്തിക്കയറ്റി ഞാൻ തക്കാളി അല്ലല്ലോ, മറ്റേ വാളെ അവനത് മുച്ച് പറന്നു വരായിരുന്നു. അവനൊന്നും വേണ്ടവരാകാടിയ എന്നമ്മച്ചി. വീണ്ടും നമ്മൾ തോറ്റ്. റെഡി സെറ്റ് ഗോ. പക്ഷെ ഇവിടെ വെച്ച് എനിക്ക് ഈ പച്ചവൻ്റെ കയ്യിലൊരു വയലറ്റ് കളർ സാധനം തിളങ്ങാനുള്ള ആ സാധനം എനിക്ക് എടുക്കാൻ നല്ലതാണ്. കാരണം ഇത്ര സ്പേസും ഉണ്ട്, ക്ലിയർ സ്പേസ്. ഈ സാധനം എടുത്ത് എറിഞ്ഞാൽ നമുക്ക് ഇത് എടുത്ത് ടെലിപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റും. മാത്രമല്ല ബ്ലൂ കളറായ ആ സാധനത്തിലെങ്കിൽ എന്നായിരുന്നു അത് ബ്ലൂ കളർ ആ സാധനത്തെങ്കിൽ നമുക്ക് മറ്റേ കുത്താം, ഡബിൾ കുത്ത് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് മറ്റേ കയറ്റം കാരണേ ഞാൻ ജയിച്ചു. ഞാൻ മാത്രമേ നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു മെസ്സി ഫാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളൊരു നെയ്മർ ഫാനാണെങ്കിൽ ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അയ്യോ നമ്മളെ ആള് തീർന്നടാ.
തീർന്നില്ലേ? അയ്യോ, ഈ ടെലിപ്പോർട്ടർ ഒന്ന് മാറ്റുമോ? മനുഷ്യന് ഭ്രാന്ത് വിളിക്കുന്നു. ഞാൻ ചത്ത് ഉണ്ടോ ടെലിപ്പോർട്ടർ കാരണം. ഞാൻ അടിയിൽ കയറിപ്പോയി. ഇതെടുത്ത് നമ്മൾ തുടങ്ങിയതാ. നമ്മൾ അവസാനം കുറെ ലെവലെത്തിച്ചു കളിച്ച് അത് നിങ്ങൾ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 13:05. നമുക്ക് എത്ര പൈസ കിട്ടി? നമ്മൾ ജയിച്ച്. എടാ, ഇവന്മാർ വീണ്ടും കയറി വരടാ. നമ്മൾ പക്ഷെ ജയിക്കും. നമ്മൾ എത്രമാരാ ആർക്കറിയാം. നമ്മൾ ജയിക്കും. നമ്മളിതാ കീജ് ആരടാ കീജ്? നമ്മളാ കീജ്. ചേട്ടാ ഹോ, എൻ്റെ അമ്മ. നമ്മൾ ഇത്ര ലെവൽ വരെ എത്തിച്ച് 15:05. ഗൈസ്, ഞാനും റയാനും ഒരു മാച്ച് വെച്ചാട്ടോ ഗോളിൻ്റെ ഒരു ദിവസം. ഞാൻ 17, അവൻ 3 ഗോള്, ഞാൻ 17 ഗോള്. അതും 1 മണിക്കൂർ കൊണ്ട്. റൊണാൾഡോ, ക്രിസ്ത്യാനോ. നമുക്ക് ഹോർബോർഡൊക്കെ കിട്ടി. അത് നമ്മളെടുത്തു. കണ്ണ എടാ, പച്ചവൻ്റെ വാള് കണ്ട? വാളിൻ്റെ കറക്റ്റ് അതിൽ കൂടി ഇങ്ങനെ അങ്ങ് പോയി. ഷൂന്നും പറഞ്ഞു. അയ്യോ, അത് ഞാൻ മിസ്സാക്കി. അത് ഞാൻ കണ്ടില്ലായിരുന്നു. പെട്ടെന്നൊരാവേശത്തിൽ ഇങ്ങനെ കളഞ്ഞു. ഹവർ ബോൾ അവൻ നമ്മൾ കൊടുത്തിരിക്കുന്നു. പെട്ടെന്ന് റെഡിയാണേ. അവന് തപസ്യാണ്. ഇങ്ങനെ ഇരിക്കണം. ഇങ്ങളുണ്ടായിരുന്ന റീവെന്റ് ചെയ്ത് നോക്കട്ടോ. തപസ് ചെയ്യുക. നമ്മൾ വീണ്ടും ചത്ത? ഇല്ല, നമ്മൾ ചത്തില്ല. നമ്മൾ ജയിച്ചു. അവന് അയ്യോ, എനിക്ക് ഇവൻ്റെ സ്വയം പൊട്ടിച്ച് വീണ് നമ്മുടെ വയലത്തുള്ള സാധനം അതിൽ തന്നെ ഇട്ട്. ഇത് നല്ല സ്ഥലം. ഞാൻ ഇപ്പോൾ ഊഹിച്ചതേ ഉള്ളൂ ഈ സ്ഥലം മതിയായിരുന്നേന്ന്. ഇതിൻ്റെ ട്രിക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവിടെ നമ്മൾ ചത്ത്. ഇതേ കണ്ട അവൻ്റെ ഇരിക്കണ ഹോർബോർഡ്. അവിടെ ഇത്തിരി കൂടുതൽ വെള്ളമില്ലേ? ആ വെള്ളം വരണയാണ് നമുക്ക് പറക്കാനുള്ള ഫ്യൂവല്. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത്ര നേരം വെയിറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. എൻ്റെ ഫ്യൂവല് പതുക്കെ തീർന്നല്ലോ. കണ്ട? അത് കാരണം കണ്ട് അങ്ങനെയാണ്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്കേറ്റ് ബോർഡിൽ നിന്ന് ചാടുമ്പോൾ നമ്മുടെ പുറകെ വരില്ലേ, അപ്പോൾ ഫ്യൂവൽ കുറയില്ല. അതാ നമ്മുടെ ഹോവർ ബോർഡിൻ്റെ ഒരു പ്രത്യേകത. ദാറ്റ് മീൻസ് ആർക്കറിയാം പ്രത്യേകത. അതാണത് നമ്മുടെ ഹോവർ ബോർഡിൻ്റെ പ്രത്യേകത. നമ്മൾ വീണ്ടും ജയിച്ചു. 2-3 തോറ്റ്. നമ്മൾ തോറ്റേ. നമുക്കിതൊന്നും അറിയില്ലേ. ശരിയോ? 21. അടുത്തത് നമ്മൾ സ്പൈഡർമാൻ റീമാസ്റ്റേർഡ് ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അടുത്ത്. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടതല്ലേ? ഇട്ടതാണ് ഒരാണ് ഇട്ടതാണ്.
പിന്നെ ഇടണോ? നമുക്കടുത്ത് ഇത് കളിക്കാം, ഫിഫ കളിക്കാം. ഫിഫ 23 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 22. അപ്പോൾ ഇല്ല, ഞാൻ തോക്കും. തോത്തല്ല, ആദ്യത്തെ കളി തന്നെ ഞാൻ തോത്തു. പിന്നെ ഞാനെന്ന് എന്ത് ചെയ്യുന്ന? തോറ്റി 28. തോറ്റേ. തോറ്റി. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് സീ യു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ വീണ്ടും ചത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും Audio Jungle.